ഹലോ, ഇന്നൊരു പിസ്ത പുഡിംഗ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പാലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതിന് ശേഷം നമ്മൾ മിൽക്ക് മെയ്ഡ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് നമ്മൾ ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ പഞ്ചസാര എത്രയാണോ വേണ്ടത് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. നമ്മൾ ഇത് രണ്ട് ആഡ് ചെയ്തിട്ട് നല്ല അതിൽ ലയിച്ച് ചേരേണ്ടതുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് പാൽ അതിനെടുത്തിട്ട് നമ്മൾ കോൺഫ്ലവർ മിക്സ് ചെയ്ത് അതും ആഡ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം അത് പെട്ടെന്ന് കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അതിലേക്ക് പിസ്ത എസൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു ചെറിയ കളർ, ഒരു ഇളം പച്ച കളർ കിട്ടും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു നമുക്കൊരു നല്ലൊരു സ്മെല്ലും അതുപോലെ അതിൻ്റെ ഒരു ചൊയയും കിട്ടും. അതിനാണ് നമ്മൾ പിസ്ത എസൻസ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ കുറുകിയതിന് നമ്മൾ എന്ത് ചെയ്യുക, പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് സെറ്റാകാൻ വേണ്ടി ഞാൻ സ്പൂൺ കൊണ്ട് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മളിഞ്ഞ് പിസ്തയും ബദാമും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, മിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഏകദേശം ആയെന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മുടെ സ്പൂണിൽ എടുത്തിട്ട് അടുത്ത പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഇത് നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലേക്കൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.